കൊച്ചുപോയ തങ്ങൾ അള്ളാഹുല്ലീദ് എന്ന മഹാനായ സയ്യിദ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആകുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ച വലിയൊരു ഇസ്ലാമിക പ്രബോധകനായിരുന്നു അവരുടെ ജീവിതം പഠിച്ചവർക്കൊക്കെ അതറിയാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, അതേപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, കഷ്ടത അനുഭവിക്കുന്നവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്, ആ വിഷയങ്ങളിലെല്ലാം മഹാനായ തങ്ങൾ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് അവലംബമായിട്ട് അവിടുന്ന് ജീവിച്ചു. ആലിമീങ്ങളെ, മുത്താലിമീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ പരിചരണത്തിലാണ് നമ്മുടെ ദർസ്. അവിടെ നമ്മൾ ആദ്യ കാലങ്ങളിൽ ദർസിൽ 2 വർഷം ഉണ്ടായത്. ആ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും തങ്ങൾ വഫാത്തായി. കുട്ടികൾക്ക് 4 കുട്ടികൾക്ക് സ്ഥിരമായിട്ട് തങ്ങളുടെ വീട്ടിൽ തങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു. മറ്റു കുട്ടികൾക്ക് ചെലവിന് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് തടസ്സം വന്നാൽ ആ കുട്ടികളൊക്കെ തങ്ങളുടെ വീട്ടിലേക്കാണ് ഭക്ഷണത്തിന് പോയിരുന്നത്. പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ഉസ്താദിന് 2 വർഷവും എല്ലാ ഭക്ഷണവും തങ്ങളുടെ വീട്ടിലായിരുന്നു. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സേവനങ്ങൾ നടത്തിയ വലിയ മഹാനാണ്. ഇത്വാമുത്താം ഭക്ഷണം കൊടുക്കുക, അത് നല്ല ഈമാനുള്ളവരുടെ വലിയ ലക്ഷണമാണ്. അഹ്ലുബൈത്തിൻ്റെ എല്ലാ പ്രൗഢിയും, അഹ്ലുബൈത്താണ് ഇസ്ലാമിക പ്രബോധനത്തിന് എവിടെയും എല്ലാ കാലത്തും മുന്നിൽ നിന്നിട്ടുള്ളത്. ആ രംഗത്ത് എടുത്തു പറയേണ്ട മഹാനാണ് തങ്ങൾ വിട പറഞ്ഞിട്ട് ഇന്നലെ ദുൽഖഅദ 29 ഇന്നലെ ഉച്ചക്ക് 2 മണിയാകുമ്പോൾ തങ്ങളുടെ വഫാത്തിന് 25 വർഷം തികഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ഏതാണ്ട് രാവിലെ 11 മണിയോട് കൂടെയാണ് തങ്ങൾ ഇവിടെ കബറടക്കപ്പെടുന്നത്. അള്ളാഹു അവിടുത്തെ ദറജയെ കൂട്ടിക്കൊടുക്കുമാറാവും. അള്ളാഹു അവരോടൊപ്പം നമ്മെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. മഹാനായ തങ്ങളുടെ എല്ലാ സഅയ്കൾക്കും വർദ്ധിതമായ പ്രതിഫലം അള്ളാഹു തആല നൽകി അവരെ ആദരിക്കട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ഉമ്മഹാത്താകുന്ന അഹ്ലുബൈത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സ്ഥാപനമായ സഞ്ചരിയ, മറ്റ് സുന്നത്തി ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ എല്ലാറ്റിനും അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ആദർശ പ്രചരണ രംഗത്ത്, സുന്നത്തി ജമാഅത്തിൻ്റെ പ്രാസ്ഥാനിക രംഗത്ത് വലിയ ഒരു അത്താണിയായിരുന്നു, ഒരു അവലംബമായിരുന്നു മഹാനായ തങ്ങൾ. തങ്ങളുടെ കാലഘട്ടത്തെ അറിയുന്നവർക്കതറിയാം. തങ്ങളെ ജീവിച്ചിരിക്കുന്ന ഭാര്യ ബീവി, മക്കൾ, അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ഇസ്സത്തും ദീർഘായുസ്സും എല്ലാവിധ ഖൈറും അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ.